ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആംബുലൻസ് അസിസ്റ്റന്റിന്റെ എക്സാം 18-ാം തീയതി നടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറന്നുപോയ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പഠിക്കാം. അപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ളത് നമ്മളിവിടെ കടന്നു പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. 18-ാം തീയതി വരെയും ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. ടോപ്പിക്കിൽ ഇല്ലാത്ത മേഖലയാണെങ്കിൽ കൂടിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. നളന്ദ സർവകലാശാല തകർത്തത് ബക്തിയാർ ഖിൽജി. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റയാണ്. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റയാണ്. നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് പ്ലീനിയാണ്. നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചതാരാണ്? പ്ലീനിയാണ്. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ആസ്ഥാനം ഭോപ്പാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ആസ്ഥാനം ഭോപ്പാലാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമമാണ് കരിമ്പൂച്ചകൾ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമമാണ് കരിമ്പൂച്ചകൾ, അല്ലെങ്കിൽ NSGയുടെ അപരനാമം ചോദിച്ചാൽ എന്താണ്? കരിമ്പൂച്ചകൾ എന്നാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിൽ. നാഗാർജുന സാഗർ ഡാം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിൽ. അപ്പോൾ നളന്ദ സർവകലാശാല തകർത്തത് ബക്തിയാർ ഖിൽജി. നഖം ഉള്ളിലേക്ക് വലിക്കുന്ന മാർജാര വർഗത്തിൽപ്പെട്ട ഏകജീവി എന്ന് ചോദിച്ചാൽ ചീറ്റ. നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് രചിച്ചത് പ്ലീനി. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമം കരിമ്പൂച്ചകൾ, അല്ലെങ്കിൽ NSGയുടെ അപരനാമം കരിമ്പൂച്ചകൾ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. പഠിക്കുക. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏതു സ്ഥലവുമായാണ് ബന്ധിപ്പിക്കുന്നത്? മേട്ടുപ്പാളയുമായി. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏതു സ്ഥലവുമായാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മേട്ടുപ്പാളയുമായാണ് ബന്ധിപ്പിക്കുന്നത്. നീലഗിരി ഏതിന്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിന്റെ ഭാഗം. നീലഗിരി മലനിരകൾ ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീളത്തിന്റെ അംഗീകൃത SI യൂണിറ്റ് ആണ് മീറ്റർ. നീളത്തിന്റെ അംഗീകൃത SI യൂണിറ്റ് ആണ് മീറ്റർ. പത്രപ്രവർത്തന രംഗത്ത് ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിസ്റ്റർ സമ്മാനം. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിസ്റ്റർ സമ്മാനം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബന്ദൂങ് സമ്മേളനം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്തൂങ് സമ്മേളനം, അല്ലെങ്കിൽ ബന്ദൂങ് സമ്മേളനം. ഒന്നുകൂടി പറയാം. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏതു സ്ഥലവുമായാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മേട്ടുപ്പാളയവുമായിട്ട്. നീലഗിരി ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടം. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീളത്തിന്റെ അംഗീകൃത SI യൂണിറ്റ് മീറ്റർ ആണ്. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിസ്റ്റർ സമ്മാനം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്തൂങ് സമ്മേളനം. പഠിക്കുക. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ്. ഏർക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. ഏർക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രാജമുന്ദ്രിയിലാണ്. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജമുന്ദ്രി, അല്ലെങ്കിൽ കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് രാജമുന്ദ്രിയാണ്. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. വേൾഡ് വൈഡ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ട. വേൾഡ് വൈഡ് ഫണ്ടിന്റെ ചിഹ്നം
ഭീമൻ പാണ്ഡയാണ്. ഒന്നുകൂടി പറയാം, ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലെ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? രാജമുന്ദ്രി, അല്ലെങ്കിൽ നമുക്ക് പറയാം കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജമുന്ദ്രിയിലാണ്. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലമാണ്. വേൾഡ് വൈഡ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് MP വീരേന്ദ്രകുമാർ. കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? MP വീരേന്ദ്രകുമാർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിൽ പ്രകാശിക്കും? മഞ്ഞ നിറത്തിൽ. സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിൽ പ്രകാശിക്കുമെന്ന് ചോദിച്ചാൽ മഞ്ഞ നിറത്തിൽ പ്രകാശിക്കും. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. തപാൽ സ്റ്റാമ്പ് സംവിധാനം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ആണ്. ഒന്നുകൂടി പറയാം, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി MP വീരേന്ദ്രകുമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. സോഡിയം വേപ്പർ ലാമ്പ് ഏത് നിറത്തിലാണ് പ്രകാശിക്കുന്നതെന്ന് ചോദിച്ചാൽ മഞ്ഞ നിറത്തിലാണ്. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ആണ്. പഠിക്കുക. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് നദി. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് നദി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം 1805. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം 1805. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് നിവർത്തന പ്രക്ഷോഭണം. മറക്കല്ലേ, പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹതമായ പ്രാധാന്യം നേടുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് നിവർത്തന പ്രക്ഷോഭം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളതാണ് സിപ്പ് കോഡ്. പിൻകോഡിന് സമാനമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലുള്ളതാണ് സിപ്പ് കോഡ് എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന നദി. പുരാണങ്ങളിലെ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന നദി. ഒന്നുകൂടി പറയാം, ഏറ്റവും വലുത് സത്ലജ് നദി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം 1805. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് നിവർത്തന പ്രക്ഷോഭം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ്പ് കോഡ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുന നദി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് കൃഷൻകാന്ത്. പഠിച്ചോളനെ, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് കൃഷൻകാന്ത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെ. ഫിനോഫ്തലിൻ ആസിഡിലുള്ള നിറമില്ല. ഫിനോഫ്തലിൻ ആസിഡിലുള്ള നിറം എന്താണ്? നിറമില്ല. അതായത് ഫിനോഫ്തലിൻ നമ്മൾ ആസിഡിലേക്ക് കലർത്തി കഴിഞ്ഞാൽ ഫിനോഫ്തലിൻ എന്തുണ്ടാകില്ല? നിറമാറ്റം ഉണ്ടാകില്ല. ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകനാണ് ജെയിംസ് പ്രിൻസിപ്പസ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തന മേഖല. ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് പത്രപ്രവർത്തന മേഖല. ഒന്നുകൂടി പറയാം, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷൻകാന്ത് ആണ്. ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഫിനോഫ്തലിൽ ആസിഡിലുള്ള നിറമില്ല. ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഭീമർ അഥവാ തുടയല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ്
ഭീമർ അഥവാ തുടയല്. ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം 90 മിനിറ്റ്. ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 90 മിനിറ്റ് ആണ്. ഫ്ലൂറിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാൾ ഷിലെയാണ്. ഫ്ലൂറിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാൾ ഷിലെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹാലജനുകൾ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹാലജനുകൾ. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4 അന്നാണ് റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. അങ്ങനെയാണ് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4 ആയത്. അപ്പോ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4 ഈ ഡേറ്റിലാണ് റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ഒന്നുകൂടി പറയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്നറിയപ്പെടുന്നത് ഭീമർ അഥവാ തുടയല്. ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം 90 മിനിറ്റ്. ഫ്ലൂറിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാൾ ഷിലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലജനുകൾ. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4 റഷ്യയുടെ സ്പുട്നിക് 1 വിക്ഷേപിച്ചുകൊണ്ടതാണ് ഈ തീയതി നമ്മൾ ബഹിരാകാശ യുഗത്തിന്റെ തുടക്കമായിട്ട് പറയപ്പെടുന്നത്. ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് വാഷ്കാൻസ്കി ആണ് കേട്ടോ. പഠിച്ചോളെ, ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് വാഷ്കാൻസ്കി ആണ്. 1 മൈൽ എന്നത് എത്ര അടിയാണ്? 5280 അടി. 1 മൈൽ എന്നത് എത്ര അടിയാണ് അല്ലെങ്കിൽ ഫീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5280 അടിയാണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യത്തെ ക്രിക്കറ്റർ ജിം ലേക്കർ. ഒരു ടെസ്റ്റ് മാച്ചില് 10 വിക്കറ്റ് എടുത്ത ആദ്യത്തെ ക്രിക്കറ്റർ ആരെന്ന് ചോദിച്ചാൽ അത് ജിം ലേക്കർ ആണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ. ഒരു ടെസ്റ്റ് മാച്ചില് 10 വിക്കറ്റ് എടുത്ത ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ. ഷാജഹാന്റെ മൂത്ത പുത്രൻ ധാരയാണ്. സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. പഠിച്ചോളെ, സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. എന്താണ് അൾട്ടിമീറ്റർ? ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചതാരാണ്? NV കൃഷ്ണവാര്യർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ടാഗോർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ടാഗോർ ആണ്. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയം മാറ്റിവെച്ച ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ലൂയിസ് വാഷ്കാൻസ്കി ആണ്. 1 മൈൽ എന്ന് പറയുന്നത് എത്ര അടി അല്ലെങ്കിൽ എത്ര ഫീറ്റ് ആണെന്ന് ചോദിച്ചാൽ 5280 അടിയാണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യത്തെ ക്രിക്കറ്റർ ജിം ലേക്കർ ആണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെയാണ്. ഷാജഹാന്റെ മൂത്ത പുത്രനാണ് ധാര. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ടാഗോർ ആണ്. ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. പഠിച്ചോളെ, സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. സാംബാജിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് രാജാറാം. സാംബാജിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് രാജാറാം ആണ്. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെന്നത്ത് കൗണ്ടയാണ്. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെന്നത്ത് കൗണ്ടയാണ്. സാംഖ്യ ദർശനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കപിലറാണ്. സാംഖ്യ ദർശനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കപിലറാണ്. ഒന്നുകൂടി പറയാം, സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. സാംബാജിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് രാജാറാം. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെന്നത്ത് കൗണ്ട. സാംഖ്യ ദർശനത്തിന്റെ വക്താവ് കപിലനാണ്. സിക്കിമിലെ പ്രധാന നദി ടീസ്റ്റ. സിക്കിമിലെ പ്രധാന നദി ടീസ്റ്റയാണ്. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നുമാണ് വേർതിരിക്കുന്നത്? ഉത്തരം ഏഷ്യൻ വൻകരയിൽ നിന്നും. സൂയസ് കനാല് ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നുമാണ് വേർതിരിക്കുന്നത് ചോദിച്ചാല് ഏഷ്യൻ വൻകരയിൽ നിന്നും. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനം. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനം. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പഠിച്ചോളനെ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? അത് ഗവർണറിലാണ്. ഇതൊക്കെ തെറ്റുന്ന പോയിന്റ് ആണ് കേട്ടോ. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് ചോദിച്ചാല് അത് ഗവർണറിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത ആരാണ്? സോണിയാഗാന്ധിയാണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രസൈറ്റ്. ഒന്നുകൂടി പറയാം. സിക്കിമിലെ പ്രധാന നദി എന്ന് ചോദിച്ചാൽ ടീസ്റ്റ. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നുമാണ് വേർപെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ നിന്നും. സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3 സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണറിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രസൈറ്റ്. ഹീലിയം കണ്ടുപിടിച്ചത് വില്യം റാംസെ. ഹീലിയം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റാംസെ ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ വാതകങ്ങൾ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ വാതകങ്ങൾ. അതുപോലെ തന്നെ അവയ്ക്ക് വേറൊരു പേരുണ്ടല്ലോ സുഹൃത്തുക്കളെ. എന്താണ്? അലസവാതകങ്ങൾ. എന്താണ്? അലസവാതകങ്ങൾ എന്നും ഇവന്മാര് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണമാണ് രക്തം കട്ട പിടിക്കാതിരിക്കുക. ഹട്ടി സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടകം. ഹട്ടി സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകമാണ്. ഹുമയൂൺ നാമരചിച്ചത് ഗുൽബദൻ ബീഗം. ഹുമയൂൺ നാമരചിച്ചത് ആരാണ്? ഗുൽബദൻ ബീഗമാണ്. ബാബറുടെ മകളാണ് കേട്ടോ. ആരാണ്? ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത്. ഹുമയൂൺ നാമരചിച്ചത് ആരാണ്? ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത് ബാബറുടെ മകളാണ്. ഒന്നുകൂടി പറയാം. ഹീലിയം കണ്ടുപിടിച്ചത് വില്യം റാംസെ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. അതുപോലെ തന്നെ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് മറ്റൊരു പേരും ഇവർക്കുണ്ട്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ട പിടിക്കാതിരിക്കലാണ്. ഹട്ടി അല്ലെങ്കിൽ ഹുട്ടി സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. ഹുമയൂൺ നാമരചിച്ചത് ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബറുടെ മകളാണ്. പഠിക്കുക. ഹുമയൂൺ അന്തരിച്ചത് എപ്പോൾ? 1556 ജനുവരി 24. ഹുമയൂൺ അന്തരിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1556 ജനുവരി 24 ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായിരുന്നത്? ചരകൻ ഒരു ഭിഷഗ്വരനായിരുന്നു, അതായത് ഡോക്ടർ ആയിരുന്നു കേട്ടോ. ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഭിഷഗ്വരനായിരുന്നു. ജാറിയ ഖനിയിൽ നിന്നും ലഭിക്കുന്ന ധാതു കൽക്കരി. ജാരിയ അല്ലെങ്കിൽ ജാറിയ ഖനികളിൽ നിന്നും ലഭിക്കുന്ന ധാതു ഏതാണ്? കൽക്കരിയാണ്. ജ്വാലാമുഖി ഏതു സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശ്. ജ്വാലാമുഖി ഏതു സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ തീർത്ഥാടന കേന്ദ്രമാണ്. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ്. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ്. ഒന്നുകൂടി പറയാം. ഹുമയൂൺ അന്തരിച്ചത് എന്തെന്ന് ചോദിച്ചാൽ 1556 ജനുവരി 24. ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഭിഷഗ്വരനായിരുന്നു. ജാറിയ ഖനികളിൽ നിന്ന് ലഭിക്കുന്ന ധാതു ഏതാണ്? കൽക്കരിയാണ്. ജ്വാലാമുഖി ഏതു സംസ്ഥാനത്തിലെ തീർത്ഥാടന കേന്ദ്രമാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെയാണ്. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ്. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങളാണ് നീല, മഞ്ഞ, ചുവപ്പ്. പഠിച്ചോളനെ. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നീല, മഞ്ഞ, ചുവപ്പ് എന്നിവയാണ്. ലെഡ് പെൻസിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഐ ഫോളോ ദി മഹാത്മ രചിച്ചത് KM മുൻഷിയാണ്. ഐ ഫോളോ ദി മഹാത്മ രചിച്ചത് KM മുൻഷിയാണ്. INA-യുടെ വനിതാ റെജിമെന്റ് നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. പഠിച്ചോളനെ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റ് നയിച്ചത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പണ്ഡിതൻ രവി കീർത്തി. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പണ്ഡിതൻ ആരാണ്? രവി കീർത്തിയാണ്. വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിലാണ്. വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതി. വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുപ്പതിയാണ്. ഒന്നുകൂടി പറയാം. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ ചോദിച്ചാൽ നീല, മഞ്ഞ, ചുവപ്പ് എന്നിവയാണ്.
ലെഡ് പെൻസിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. ഐ ഫോളോ ദി മഹാത്മ രചിച്ചത് KM മുൻഷി. INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പണ്ഡിതൻ രവി കീർത്തി. വെങ്കടേശ്വര ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുപ്പതിയിലാണ്. പഠിക്കുക. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മംഗലാപുരവും മുംബൈയും. പഠിക്കുക. മുംബൈയിലെ തന്നെ റോഹ എന്ന് പറയുന്ന പ്രദേശത്തെയാണ് കേട്ടോ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? മംഗലാപുരത്തെയും മുംബൈയുമാണ്. മുംബൈയിലെ തന്നെ റോഹ എന്ന പ്രദേശത്തെയാണ് ആര് ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ കൊങ്കൺ റെയിൽവേ വെച്ച് ബന്ധിപ്പിക്കുന്നത്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെടുന്ന തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെടുന്ന തുഗ്ലക് സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. നോക്കൌട്ട് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കൌട്ട് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ മംഗലാപുരത്തെയും മുംബൈയിലെ റോഹയും തമ്മില്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെടുന്ന തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. നോക്കൌട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. പേരിന്റെ ഉത്ഭവത്തിൽ ഗ്രീക്ക് റോമൻ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമിയാണ് കേട്ടോ. പഠിച്ചോളനെ. പേരിന്റെ ഉത്ഭവത്തിലെ ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദി. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദി. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയൻ. പഠിച്ചോളനെ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നാരായൺ കാർത്തികേയൻ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏതാണ്? തമിഴാണ്. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം എവിടെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ മോഹൻജദാരോയിലാണ്. ഒന്നുകൂടി പറയാം. പേരിന്റെ ഉത്ഭവത്തിൽ ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബിയാസ് നദിയില്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയൻ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴാണ്. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം എവിടെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ മോഹൻജദാരോയിലാണ്. പഠിക്കുക. ഗ്രേറ്റ് സ്ലേവ് തടാകം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാനഡ. ഗ്രേറ്റ് സ്ലേവ് തടാകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പശു വിക്ടോറിയ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പശുവാണ് വിക്ടോറിയ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കളാണ് വെളുത്ത രക്താണുക്കൾ. പ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കളാണ് വെളുത്ത രക്താണുക്കൾ. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡീഫോ. ഇപ്പോൾ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡീഫോ ആണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ് ആണ്. റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ് ആണ്. റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ് ആണ്. ഒന്നുകൂടി പറയാം. ഗ്രേറ്റ് സ്ലേവ് തടാകം സ്ഥിതി ചെയ്യുന്ന രാജ്യം കാനഡ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പശു വിക്ടോറിയ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു വെളുത്ത രക്താണു. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡീഫോയാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ് ആണ്. റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ് ആണ്. പഠിക്കുക. റോമൻ പുരാണങ്ങളിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി. റോമൻ പുരാണങ്ങളിലെ സന്ദേശവാഹകനായ ദേവൻ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ജൂപ്പിറ്റർ. റോമൻ പുരാണങ്ങളിലെ ദൈവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ജൂപ്പിറ്റർ ആണ്. റോമൻ കത്തോലിക്കൻ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീലാണ്. റോമൻ കത്തോലിക്കൻ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീലാണ്. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം AD 64. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം AD 64. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിച്ചോളനെ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റോയിറ്റർ എന്നത് ഏതു രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസി എന്ന് ചോദിച്ചാൽ ബ്രിട്ടന്റെ ആണ് കേട്ടോ. റോയിറ്റർ എന്ന് പറയുന്നത് ഏതു രാജ്യത്തിന്റെ
ന്യൂസ് ഏജൻസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടന്റെയാണ്. ഒന്നുകൂടി പറയാം, റോമൻ പുരാണങ്ങളിലെ സന്ദേശവാഹകനായ ദേവൻ എന്നറിയപ്പെടുന്നത് മെർക്കുറി, റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് ജൂപ്പിറ്റർ, റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീല്, റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം AD 64, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്, റോയിറ്റർ ഏതു രാജ്യത്തെ ന്യൂസ് ഏജൻസി ആണെന്ന് ചോദിച്ചാൽ ബ്രിട്ടന്റെയാണ്. പഠിക്കുക. റോളണ്ട് ഗാരോ എന്നത് എന്തിന്റെ പേരാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ കളിസ്ഥലം അറിയപ്പെടുന്ന പേരാണ് റോളണ്ട് ഗാരോ. റോളണ്ട് ഗാരോ എന്നറിയപ്പെടുന്നത് എന്തിന്റെ പേരാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് നടക്കുന്ന കളിസ്ഥലം അറിയപ്പെടുന്ന പേരാണ് റോളണ്ട് ഗാരോ. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർതർ ഡെങ്കൻ ആണ്. പഠിച്ചോളനെ. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർതർ ഡെങ്കൽ ആണ്. പഠിക്കുക. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർതർ ഡെങ്കൽ ആണ്. ലോക വ്യാപാര സംഘടനയ്ക്ക് മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട് എന്നായിരുന്നു കേട്ടോ. ലോക വ്യാപാര സംഘടന മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചാൽ അത് ഗാട്ട് എന്നാണ്. ലോഹിത് നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ. ലോഹിത് അല്ലെങ്കിൽ ലോഹിത് നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. പഠിച്ചോളനെ. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. ഒന്നുകൂടി പറയാം, റോളണ്ട് ഗാരോ എന്നത് എന്തിന്റെ പേരാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കളിസ്ഥലമാണ് റോളണ്ട് ഗാരോ. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർതർ ഡെങ്കലാണ്. ലോക വ്യാപാര സംഘടനയ്ക്ക് മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഗാട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെ. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കേരളത്തില് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് CK രേവമ്മ. കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ആരാണ്? CK രേവമ്മയാണ്. കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തി VV ഗിരിയാണ്. കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തിത്വം ആരാണ്? VV ഗിരിയാണ്. കേരള ഗവർണറായ ഏക മലയാളി V വിശ്വനാഥൻ. കേരള ഗവർണറായ ഏക മലയാളി ആരാണ്? V വിശ്വനാഥനാണ്. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. ഒന്നുകൂടി പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളകാണ്. കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വനിത CK രേവമ്മ. കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തിത്വം VV ഗിരി. കേരള ഗവർണറായ ഏക മലയാളി V വിശ്വനാഥൻ. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകമാണ് അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ജീവകാരുണ്യ നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകമാണ് അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകാരുണ്യ നിരൂപണത്തിനാണ്. മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1925. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1925. കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികളാണ്. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യൻകാളി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യൻകാളി. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യാർ. കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. കുമാരനാശാൻ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. കുമാരനാശൻ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് സഹോദരൻ അയ്യപ്പനും MC ജോസഫും. യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് സഹോദരൻ അയ്യപ്പനും
MC ജോസഫുമാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. PRDSന്റെ ആത്മീയ നേതാവ് പൊയ്കയിൽ യോഹന്നാൻ. PRDS എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഷോർട്ട് ഫോം ആണ് PRDS. അതിലെ ആത്മീയ നേതാവായി അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാനാണ്. ശിവശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ശിവശതകം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പനാണ്. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പനാണ്. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. SNDP യോഗത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ച്. SNDP യോഗത്തിന്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന സംഘം യോഗത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ചാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി. കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? സന്തുഷ്ടവാദി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ്? ഉത്തരം റാണി സേതു ലക്ഷ്മിഭായിക്ക്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. PDRSന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. ശിവശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പൻ. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. SNDP യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? അരുവിപ്പുറം. കേരളത്തിലെ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? 1905. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1905. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. സമത്വ സമാജം സ്ഥാപിച്ച വർഷം അല്ലെങ്കിൽ ആരംഭിച്ച വർഷം 1836. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26 കരുവള്ളൂർ സമരത്തിന്റെ നേതാവ് ദേവയാനി. കരുവള്ളൂർ സമരത്തിന്റെ നേതാവ് ദേവയാനി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1905. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നേതാവ് എന്നറിയപ്പെടുന്നത് ദേവയാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. വെളുത്തേരി കേശവൻ വൈദ്യർ ആട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. സൂപ്രണ്ടയ്യ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യ. സൂപ്രണ്ടയ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന
സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ, വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പൊയ്കയിൽ ലോഹനാനുമായി. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ പ്രസിഡന്റായ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ളയാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ളയാണ്. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയമായിരുന്നു. ഉണ്ണി നമ്പൂതിരി എന്നത് എന്തിന്റെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചാൽ യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണമാണ്. യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. അയ്യങ്കാളി ജനിച്ച വർഷം 1863. അയ്യങ്കാളി ജനിച്ച വർഷം 1863. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ള. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം ആരുടേതായിരുന്നു ചോദിച്ചാൽ യോഗക്ഷേമ സഭയുടേതായിരുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ എന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. അയ്യങ്കാളി ജനിച്ച വർഷം 1863. പഠിക്കുക. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. നിരീശ്വരവാദികളുടെ ഗുരുവെന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരുവെന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ കെ പി കേശവ മേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ സുഹൃത്തുക്കളെ? കെ പി കേശവ മേനോൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കുമാരനാശാൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഉദ്യാന വിരുന്ന് രചിച്ചതാര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഉദ്യാന വിരുന്ന് രചിച്ചതാരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ കെ പി കേശവ മേനോൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. പഠിക്കുക. വീണപ്പൂവ് രചിച്ചത് കുമാരനാശാൻ. വീണപ്പൂവ് രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പി കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കം, അതായത് കോട്ടയം ജില്ല. പി കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കമാണ്, അതായത് കോട്ടയം ജില്ല. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് അഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമനാണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ദേശ സേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാനാണ്. ദേശ സേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
വീണപ്പൂവ് രചിച്ചത് കുമാരനാശാൻ. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പി കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കം, അത് കോട്ടയം ജില്ലയിലാണ്. ആത്മ ബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് സി.വി. കുഞ്ഞിരാമൻ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ദേശസേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാൻ. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവൽ അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവൽ അഗ്നിസാക്ഷിയാണ്. 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിൽ. 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരിലാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചത് ആര്? ആർ പാർവതി ദേവി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആർ പാർവതി ദേവി. ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി 2006 പുറത്തിറങ്ങിയ നാണയങ്ങൾ 100 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മയ്ക്കായിട്ട് 2006 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് 100 രൂപയുടെയും അതുപോലെ 5 രൂപയുടെയും നാണയങ്ങൾ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂര്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് സ്ഥാപിതമായ വർഷം 1888. കേരളത്തിലെ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് സ്ഥാപിതമായ വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. പഠിക്കുക. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരുവുമായിട്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. ആനന്ദ ഗുരുഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ഗുരുഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. പട്ടിണിജാഥ നയിച്ചത് AKG അല്ലെങ്കിൽ AK ഗോപാലൻ. പട്ടിണിജാഥ നയിച്ചത് ആരാണ്? നമ്മുടെ AKG അല്ലെങ്കിൽ AK ഗോപാലൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. ആനന്ദ ഗുരു ഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. പട്ടിണിജാഥ നയിച്ചത് AKG. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909. യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായി. യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായിട്ട്. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ചിന്താവിഷ്ടയായ സീത രചിച്ചത് കുമാരനാശാൻ. ചിന്താവിഷ്ടയായ സീത രചിച്ചത് കുമാരനാശാൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി K കേളപ്പനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അരയൻ എന്ന മാസികയുടെ സ്ഥാപകൻ വേലുക്കുട്ടി അരയനാണ്. അരയൻ എന്ന മാസികയുടെ സ്ഥാപകൻ വേലുക്കുട്ടി അരയനാണ്. പഠിക്കുക. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. പഠിച്ചോളനെ, SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. മുസ്ലിം എന്ന പേരിൽ മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം എന്ന പേരിൽ മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത്
അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഇസ്ലാം ധർമ്മപരിപാലന സംഘം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളമാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് പട്ടം താണുപിള്ള. കാട്ടിലെ ജ്യേഷ്ഠന് ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ചോദിച്ചിട്ടുള്ളതാണ്. കാട്ടിലെ ജ്യേഷ്ഠൻ ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചാന്നാർ ലഹള സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാള്. ചാന്നാർ ലഹള സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ഉത്രം തിരുനാള്. പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം 1913. പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിലെ കായൽ സമ്മേളനം നടന്ന വർഷം 1913. എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത്? വെങ്ങാനൂരാണ്. എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായിട്ട് ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരാണ്. ശൈവ പ്രകാശിക സഭ ആരംഭിച്ചത് തൈക്കാട് അയ്യ. ശൈവ പ്രകാശിക സഭ ആരംഭിച്ചത് തൈക്കാട് അയ്യയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ അല്ലെങ്കിൽ വെളുത്ത ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപം. പഠിച്ചോളനെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ ക്വിക്ക് റിവിഷനിൽ നമ്മൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.